നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം. എക്സാലോജി കമ്പനിയുടെ CMRലുമായുള്ള ഇടപാട് പരിശോധിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ഉത്തരവ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേത്. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തുടക്കമാകുന്നു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. അയോധ്യയിൽ നിന്ന് സമഗ്ര കവറേജുമായി ന്യൂസ് 18 സംഘം. ഈ രാമദർശനത്തിനായി ഒരുപാട് ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ തണുപ്പും കാലാവസ്ഥയും ദൂരവും ഒന്നും പ്രശ്നമല്ല. കാരണം അത്രത്തോളം ആഗോള പ്രശസ്തമായി കഴിഞ്ഞു നമ്മുടെ ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസിനെ വെല്ലുവിളിച്ച M. വിൻസെന്റ്. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടണം. സർക്കാർ നടത്തുന്നത് പകപോക്കൽ രാഷ്ട്രീയം. പോലീസ് നടപടികളുമായി മുന്നോട്ട് നീങ്ങിയാൽ രാഷ്ട്രീയമായി നേരിടുമെന്നും MLA. സത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പരാമർശത്തെ തള്ളി സമസ്ത. തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കുന്നത് സമസ്തയുടെ ശൈലിയല്ല എന്ന മലപ്പുറം ജില്ലാ നേതൃത്വം. നേതാക്കൾ ഇക്കാര്യത്തിൽ പരാമർശം നടത്താറില്ല. പരാമർശത്തെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്നും മൊയ്തീൻ ഫൈസി. കൊല്ലത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് തേവലക്കര കോയിവിള സ്വദേശികൾ. സലീം മണ്ണൽ കൊല്ലപ്പെട്ടത് തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. റോഡിലിറങ്ങിയ കാട്ടാന വാഹനങ്ങൾ തകർത്തു. ആനയെ കാട് കയറ്റി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണം. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും. 3-അംഗ അന്വേഷണ സംഘം 4 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, ഇതിലിപ്പോൾ എല്ലാം നിയമപരമായി തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് സർക്കാരും CPMഉം ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇവിടെ കേന്ദ്ര സർക്കാർ അന്വേഷണം വരുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വിഷയത്തെ കാണേണ്ടത്? രഞ്ജിനി, അതീവ ഗൗരവതരമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിൽ പ്രധാനമായും തന്നെയും പറയേണ്ടത്. കാരണം ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ CPM നേരിട്ടും തന്നെയും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു അന്വേഷണം പുതിയ രാഷ്ട്രീയ മാനങ്ങൾ കൈവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഈ സമയത്ത്, അതോടൊപ്പം തന്നെ നിയമസഭാ സമ്മേളനം അടുത്ത് ചേരുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെയും ഇതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ സ്വാഭാവികമായും ഷോൺ ജോർജ് ഇപ്പോൾ നമ്മളിപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷോൺ ജോർജ്, ഈ വിഷയത്തിൽ താങ്കളടക്കം പരാതി നൽകിയിരുന്നു. അതിന്മേലുള്ളൊരു കേന്ദ്ര അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്? കേന്ദ്ര ഏജൻസിക്ക് പരാതി ഞാൻ കൊടുത്തത് 9-ാമത്തെ മാസമാണ്. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഇത് പരാതി കൃത്യമായി കേസെടുക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ കേസ് വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് അവർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ എന്റെ റിക്വസ്റ്റ് എന്താണോ അത് കൃത്യമായി SFIO അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അത് അംഗീകരിച്ചു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 4 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് സാഹചര്യം വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ റിപ്പോർട്ട് ഇപ്പോൾ ഇനി 1 മാസത്തിനുള്ളിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇങ്ങനെ ഒരു അന്വേഷണം വരുന്നത്. പ്രിയ സുഹൃത്തെ, ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് രാഷ്ട്രീയപരമായി ഇതിനെ കാണരുത്. ഇത് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഒരു കേസിൽ ഒരു പൊതുപ്രവർത്തകനായ ഞാൻ LDFന്റെയോ UDFന്റെയോ BJPയുടെയോ ഭാഗമല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് എന്റെ കൺമുന്നിൽ 100% അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ഒരു വിഷയത്തിൽ ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനില്ല എന്ന് ബോധ്യമായ സാഹചര്യത്തിൽ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തെടുത്ത കേസാണ്. ആ കേസിൽ ദേവി ഇത് രാഷ്ട്രീയം കലർത്തരുത്. ഇതിനകത്ത് ഇപ്പൊ സ്വാഭാവികമായും ഇപ്പം CPM പറയേണ്ട ഒരു ഭാഷയാണ് നിങ്ങൾ പറഞ്ഞത്. ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കപ്പെടാം.
അത് രാഷ്ട്രീയമല്ല. ഇപ്പൊ ഈ ഷോൺ ജോർജിന് ഈ 3 മുന്നണിയായി ബന്ധമുള്ള ആളല്ല. ഈ പറയുന്ന കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ കൊടുത്തിട്ടുള്ള തെളിവുകൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ CPM പറയാൻ ഉദ്ദേശിക്കുന്ന ഡിഫൻസ് മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞു. ഞാൻ CPM പറയാൻ ഉദ്ദേശിക്കുന്ന ഡിഫൻസ് ഇവിടെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തീകരിച്ചുമില്ല. ഞാൻ പറഞ്ഞത് ഇതിലിപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയം CPM അവിടെ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ടത് ഈ വിവാദം ഉയർന്നു വരുന്നു. കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെയോ CPM-ന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വീണയ്ക്കെതിരെയും വീണയുടെ കമ്പനിക്കെതിരെയും ആരോപണം വരുന്നു. വീണയുടെ ഭാഗത്തുനിന്നോ എക്സാലോജിക്കിന്റെ ഭാഗത്തുനിന്നോ ഒരു പ്രതികരണം വന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ ആകെ പറഞ്ഞത് അത് അവർ നോക്കിക്കോളുമെന്ന് മാത്രമാണ്. അതിൽ എത്രമാത്രം നോക്കിയെന്ന് നമുക്ക് വ്യക്തമാണ്. സ്വാഭാവികമായും CPM ഇവിടെ പറയുന്നത് ഇതിലെല്ലാം നിയമപരമായാണ് നടക്കുന്നതെന്നാണ് CPM പറഞ്ഞു വെക്കുന്നത്. അപ്പോഴാണ് ഒരു കേന്ദ്ര അന്വേഷണം എന്ന കാര്യത്തിലേക്കാണ് ഞാൻ എത്തിയത്. കേന്ദ്ര അന്വേഷണം മാത്രമല്ല, ഇതിനൊരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതിൽ ഇടയ്ക്കേറി പറഞ്ഞതിൽ ക്ഷമിക്കണം കേട്ടോ. അതായത് ഒരു പ്രൈമറി എൻക്വയറി നടന്നതിന് ശേഷം ഇതിനകത്ത് കൃത്യമായി ഞാനൊരു ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി പരാതി കൊടുത്തുന്നിടത്ത ഉടനെ SFI അന്വേഷണം വരുമൊന്നുമില്ല. നമ്മൾ കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ് അനുസരിച്ച് ഈ 2 കമ്പനികളോടും അവർ വിശദീകരണം ചോദിച്ചു. ROC വിശദീകരണം ചോദിച്ചു. അവരുടെ വിശദീകരണം സഹിതം എനിക്ക് തിരിച്ചയച്ചു. ROC അയച്ചു. നിങ്ങൾക്ക് ഇതിനകത്ത് കമന്റ്സ് വല്ലതും ഉണ്ടോ? ഞാൻ എന്റെ ഒബ്ജക്ഷൻസ് അതിനകത്ത് ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൊടുത്ത വിശദീകരണം പൂർണ്ണമല്ലെന്നും ROC നടത്തിയ പ്രൈമറി എൻക്വയറിയിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അതിന്റെ റിപ്പോർട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചാനലുകൾ ബ്രേക്ക് ചെയ്ത് മാത്രമാണ് എനിക്കിപ്പോൾ അന്വേഷണ ഉത്തരവ് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് ഔദ്യോഗികമായ അന്വേഷണ ഉത്തരവ് ചൊവ്വാഴ്ച ലഭിക്കുള്ളൂ. ഇന്ന് വർക്കിംഗ് ഡേ അല്ല. മാത്രമല്ല, അല്ലെങ്കിൽ തിങ്കളാഴ്ച കോടതിയിൽ കേസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ സ്വാഭാവികമായിട്ടും അപ്പിയർ ചെയ്യുമ്പോൾ ഈ കേസ് കോടതി അല്ലെങ്കിൽ SFI എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ എന്റെ 90% വിശ്വാസം ROCയുടെ ഇത് സംബന്ധിച്ചൊരു പ്രൈമറി എൻക്വയറി റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പിന്നെ ഇവർക്കൊന്നും പറയേണ്ടതായിട്ട് വരില്ല. കാരണം ഇത് നമ്മള് ഈ വൈകുന്നേരത്തെ ചർച്ചകളിലിരുന്ന് പരസ്പരം തർക്കിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇത് എല്ലാം ഡോക്യുമെന്ററി അല്ലേ, എല്ലാം ഡോക്യുമെന്റ്സ് വെച്ചുള്ള കാര്യമല്ലേ. കേരള സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം KSIDC പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് 18 കോടി രൂപ നഷ്ടമുണ്ടാക്കിയതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ്. ആ മകളുടെ കമ്പനിയുടെ ഗ്യാരണ്ടിയർ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല വിജയനാണ്. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് ആ കമ്പനിയുടെ ഗ്യാരണ്ടിയർ. ആ കമ്പനി 2021 ഡോർമെന്റ് ആക്കിയേക്കാണ്. അതായത് പ്രവർത്തനരഹിതമാക്കി അത് വെച്ചിരിക്കുന്ന അതും കുറ്റകരമാണ്. സെക്ഷൻ 447 കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ച് അതും കുറ്റകരമാണ്. കാരണം ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ എൻക്വയറി കമ്പനിയിലേക്ക് നീളാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അടച്ചുപൂട്ടിയതാണ്. പക്ഷെ ഇതെല്ലാം ഇപ്പൊ ഇവർ ചെയ്തത് മുഴുവൻ ഇവർക്ക് അബദ്ധമായി വരും. ഒരു സംശയം വേണ്ട. ഈ കേസിൽ ഗുരുതരമായ തെറ്റാണ്. ഇത് നിങ്ങൾ ഈ പറയുന്ന 1,72,00,000 ഒന്നും അല്ല കേട്ടോ. ഇത് 10,40,000 കോടി രൂപയുടെ കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതി, കരിമണൽ അഴിമതി. കേരളത്തിന്റെ തീരദേശത്തെ കൊള്ള ചെയ്തതിന്റെ കണക്കിന്റെ ഒരു മൂലയിൽ മാത്രമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എൻക്വയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഇതിനെ പരമാവധി രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഞാൻ ഇതിൽ ഞാനൊരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. ഇതിപ്പോൾ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അതിൽ പറയുന്നത് 1.75 കോടി വീണ വിജയനും എക്സാലോജിക്കും കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ്. അതിനുള്ള സേവനം പക്ഷേ CMR-ന് ലഭിച്ചിട്ടില്ല എന്ന് CMRL ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിനോട് പറഞ്ഞ കാര്യങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിനുശേഷം ഉദ്യോഗസ്ഥർ പറഞ്ഞതിനപ്പുറം CMRL ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മാസപ്പടി വിവാദങ്ങളുമൊക്കെ കൃത്യമായി ചർച്ചയായപ്പോൾ കൃത്യമായി CMR ഉദ്യോഗസ്ഥർ പുറത്ത് അങ്ങനെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ആദായ നികുതി വകുപ്പ് പറയുന്നപ്പുറത്തേക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ ഈ ഒരു ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സേവനം ലഭിച്ചു എന്നാണ് CMR എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത്. ഈ കേസില് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തേക്കുന്നത് സുരേഷ് കുമാർ എന്ന് പറയുന്ന കമ്പനിയുടെ ഫിനാൻസിലെ അവരുടെ ഏറ്റവും കൂടിയ ഉദ്യോഗസ്ഥനാണ് ഈ CMRLന്റെ. അദ്ദേഹമാണ് ഈ ഇൻകം ടാക്സിന് മൊഴി കൊടുത്തിട്ടുള്ളത്. അയാൾ എന്നിട്ട് ആ അഫിഡവിറ്റ് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ ദൈനംദിന നടത്തിപ്പുമായിട്ട് വിവരമില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ഏത് ഉദ്യോഗസ്ഥനാണ് ആ മൊഴി കൊടുത്തതെന്നാണ്. കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അവരുടെ ആ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ഉദ്യോഗസ്ഥനാണ് സുരേഷ് കുമാർ. അദ്ദേഹം തന്നെയാണ് ഇവർക്ക് മൊഴി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം തന്നെ അത് ഡിനൈ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നടക്കുന്നത്. അത് ഈ കമ്പനിയുടെ ഈ CMRLന്റെ റിപ്ലൈക്കകത്ത് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. CMRL ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കണം എന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ അവരുടെ റിപ്ലൈ അതായിരുന്നു. ROCക്കുള്ള റിപ്ലൈ ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ റിപ്ലൈയുടെ ഒരു രത്ന ചുരുക്കം.
യെസ്, താങ്കളുടെ പരാതിയും നിലവിലെ കേന്ദ്ര ഇടപെടലിന്റെ ഒരു ഭാഗമായി കാണാമല്ലോ. താങ്കളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരുന്നോ ഇവർ? ആര്? ഇപ്പോൾ കേന്ദ്രം അന്വേഷണത്തിലേക്ക് കടക്കുകയാണല്ലോ. അതെ. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയാണോ ഈ വാർത്ത അറിഞ്ഞത്, അതോ ഏതെങ്കിലും അല്ല, രീതിയിൽ എനിക്ക് കേന്ദ്രത്തിന്റെ മിനിഞ്ഞാന്ന് അതായത് ബന്ധപ്പെടലുണ്ടായിട്ടുണ്ടോ? ROC-യിൽ CMRL കൊടുത്തിട്ടുള്ള റിപ്ലൈ, KSIDC കൊടുത്തിട്ടുള്ള റിപ്ലൈ വരെ എനിക്ക് കൃത്യമായിട്ട് ROC കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് ഒഫീഷ്യലി എനിക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് AD എനിക്ക് തന്നിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ റിപ്ലൈക്കും എനിക്ക് വിത്ത് AD എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട്, റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ROC. നമ്മൾ ഹൈക്കോടതി കേസ് വന്നതിന് ശേഷം ഓൾമോസ്റ്റ് 4 പ്രാവശ്യം ROC-യിൽ നിന്ന് ഒഫീഷ്യലി എന്നെ കത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഹൈക്കോടതിയിലും ഇതിന്റെ ഭാഗമായിട്ടുള്ള തുടരന്വേഷണവും ഹർജികളും ഒക്കെ നടക്കുകയും ഒരു അല്ലല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശമായിരുന്നല്ലോ എന്റെ പെറ്റീഷൻ അനുസരിച്ച്. ഹൈക്കോടതി നിർദ്ദേശത്തിലാണല്ലോ ഈ കാര്യങ്ങൾ ഇത്ര ചൂട് പിടിച്ചത്. ഇപ്പോ ഹൈക്കോടതിയിൽ 15-ാം തീയതി 115-ാമത്തെ ഐറ്റമായിട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് ഈ കേസിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് വന്ന ഓർഡർ, ഇപ്പൊ എനിക്കത് ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടില്ല, മാധ്യമങ്ങൾ വഴിയേ കിട്ടിയിട്ടുള്ളൂ. ആ ഓർഡർ പ്രകാരം എന്റെ റിക്വസ്റ്റ് ഫുൾഫിൽ ചെയ്തു. കേസ് ഇൻഫെക്ഷൻസ് ആവും സ്വാഭാവികമായിട്ട്. യെസ്, താങ്കൾ അടക്കം ഇടപെട്ട ഒരു കേസാണ്. തിങ്കളാഴ്ച അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ വരുന്നുമുണ്ട്. ഇപ്പോൾ ROC-യുടെ അന്വേഷണം കൂടി ഒരു വശത്ത് വരുമ്പോൾ ഇനി എന്താണ് താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പ്രതീക്ഷിക്കുന്നത്? 4 മാസമാണ് എൻക്വയറി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ, കേസിന്റെ അന്തിമ റിപ്പോർട്ട്, കേസ് ഇപ്പം അതിനകത്ത് ഒരു നടപടി എന്ന നിലയിൽ 4 മാസത്തെ എൻക്വയറി റിപ്പോർട്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ നടക്കണം എന്ന നിലയിൽ ഞാൻ സ്വാഭാവികമായിട്ടും എന്റെ അഡ്വക്കേറ്റ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം എന്താണ് കോടതിയിൽ തിങ്കളാഴ്ച നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കും. യെസ്, വളരെയധികം നന്ദി ശ്രീ ഷോൺ ജോർജ്, ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിങ്കളാഴ്ച ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. ഒപ്പം ROC-യുടെ അന്വേഷണം ഒരു ഭാഗത്ത് ഉയർന്നു വരികയാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, നമ്മൾ പറഞ്ഞു വന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ROC പറഞ്ഞിരിക്കുന്നത് 4 മാസത്തെ സമയപരിധിയാണ്. അതിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. 4 മാസം എന്ന് പറയുമ്പോൾ കൃത്യമാണ്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കെല്ലാം കാര്യങ്ങൾ എത്തുകയാണ്. എങ്ങനെയാണ് അപ്പോൾ അതിനെ കാണേണ്ടത്? പ്രത്യേകിച്ചും ഈ നിയമപരമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നതെന്ന് CPM-ഉം സർക്കാരും ആവർത്തിക്കുമ്പോൾ. രഞ്ജിനി, ഇതിനെ നിയമപരമായി തന്നെയും നേരിടുമെന്ന് സ്വാഭാവിക ഒരു പ്രതികരണങ്ങൾ തന്നെയാവും പൊതുവിൽ CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുക. കാരണം ഇത് ആ രീതിയിൽ കോടതിയിൽ നിന്നും പിന്നീട് കോടതി ഇത് സംബന്ധിച്ച് നേരത്തെ ഹൈക്കോടതിയിലടക്കം ഇത് ഈ ഒരു കാര്യം പരിഗണനയ്ക്ക് വരുമ്പോൾ, ഈ ഹർജി പരിഗണനയ്ക്ക് വരുമ്പോൾ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. അതിനിടയിലാണ് ആദായ നികുതി സെറ്റിൽമെന്റ് വിഭാഗത്തിൽ നിന്ന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുതിയ അന്വേഷണം കൂടി വരികയും ചെയ്യുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയത്തിൻ്റെതാണ് ഈ നടപടി. ഇതിൽ നിന്ന് 4 മാസത്തിനകം വിശദീകരണം 4 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് പറയുമ്പോൾ രഞ്ജിന് സൂചിപ്പിക്കുന്നത് പോലെ ഇത് തെരഞ്ഞെടുപ്പിൻ്റെതായ ഒരു സമയത്ത് തന്നെയായിരിക്കും ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ടുകളും നടപടികളും അടക്കം പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. നേരത്തെ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ ഇതിൽ ഈ രാഷ്ട്രീയപരം എന്നതിനപ്പുറം ഇതിൽ നിരവധിയായ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. വലിയൊരു രീതിയിലൊരു അഴിമതിയുടെ ഒരു അല്പം മാത്രമാണ് നമ്മൾ പുറത്ത് കണ്ടത് എന്ന് പറയുമ്പോൾ നേരത്തെ മാത്യു കുഴൽനാടൻ അടക്കം ഉന്നയിച്ച ചില ആക്ഷേപങ്ങളും ഏതാണ്ട് ഇതിനോട് അടുത്ത് നിൽക്കുന്നത് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള അഴിമതി നടന്നിരിക്കുന്നു. ഇതൊരു കമ്പനിയെ മറയാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ കള്ളപ്പണ ഇടപാടുകൾ പോലും ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ വരികയും ചെയ്തു. അപ്പോൾ വലിയൊരു അന്വേഷണം തന്നെയാണ് ഇവർ നേരിടുന്നത്, എക്സാലോജി കമ്പനി നേരിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെയാണ് നമ്മൾ ഓർക്കേണ്ടത്, വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച് ഹർജി സമർപ്പിക്കുകയും പിന്നീട് അത് തള്ളിപ്പോവുകയും ചെയ്യും. കോടതി വലിയ രീതിയിലുള്ളൊരു തെളിവുകൾ ഹർജിക്കാരന് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ പരാമർശിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് സംബന്ധിച്ച അമിക്കസ് ക്യൂറിയെ നിയമിക്കുകയും ഇത് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തുകയും അങ്ങനെ ഈ തള്ളിയ ഒരു നടപടി അത് ശരിയായില്ല എന്ന് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാമായിരുന്നു എന്നതടക്കമുള്ള
പരാമർശങ്ങളിലേക്ക് പോയിരുന്നു. പിന്നീടാണ് ഹൈക്കോടതി ഈ എതിർകക്ഷികൾക്കടക്കം നോട്ടീസ് അയക്കാനും ഇവർക്ക് ഇതിലെന്താണ് പറയുവാനുള്ളത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ തേടുവാനും തീരുമാനിച്ചു. അപ്പോൾ ഇക്കാര്യങ്ങളിൽ ചില ഗൗരവതരമായ കാര്യങ്ങൾ ഉണ്ട് എന്നത് തന്നെ എല്ലാവരും തന്നെ അടിവരയിടുന്നുണ്ട്. എങ്കിൽ അതിൻ്റെ ഇത് സംബന്ധിച്ചൊരു പ്രതികരണത്തിലേക്ക് CPM അടക്കം നിർബന്ധിതരാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് സാഹചര്യം. ഇതിന്റെ അടക്കം കൃത്യമായ ഒരു പ്രതികരണം ഇനിയും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ആയുധമാക്കി അത് പ്രതിപക്ഷം BJP അടക്കമുള്ളവർ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമല്ല. പലപ്പോഴും ഈ മാസപ്പടി വിവാദമൊക്കെ ഉയർന്നു വന്നപ്പോഴും കൃത്യമായ ഒരു പ്രതികരണം CPM-ന്റെയോ സർക്കാരിന്റെയോ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലത്ത് തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിള സ്വദേശി യൂസഫ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണലാണ് കൊല്ലപ്പെട്ടത്. വിനീഷ് കൊട്ടാരക്കര വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. വിനീഷ്, തർക്കപരിഹാരത്തിനെത്തിയതാണ് വൈസ് പ്രസിഡന്റ്. അവസാനം ജീവൻ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ സംഘർഷത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ട സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തേവലക്കർ സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിള സ്വദേശി യൂസഫ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. 15ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേൽ ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം പുറത്തു വരുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിയായ യുവാവും കോയിവിള സ്വദേശിനിയായ യുവതിയുടെ വിവാഹബന്ധം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം പരിഹരിക്കാനായിരുന്നു ഈ സലീം എത്തിയിരുന്നത്. തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് സലീമിന് ഗുരുതരമായി പരിക്കേൽക്കുകയും കരുനാഗപ്പള്ളി ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ തുടർന്നിപ്പോ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാവും ശരീരം കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഈ ഇടക്കുളങ്ങര ബ്രാഞ്ച് കമ്മിറ്റി അംഗവും കർഷക സംഘം വില്ലേജ് കമ്മിറ്റി അംഗവുമായിരുന്നു ഈ മരണപ്പെട്ട സലീം. വിനേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഇന്ന് വൈകിട്ട് തുടക്കമാകും. മകരവിളക്ക് നാളിലെ ദീപാരാധനയോടെ അനുബന്ധിച്ചാവും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. സുരക്ഷയ്ക്ക് അതിപ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് DGP തന്നെ നേരിട്ട് വന്ന കാര്യങ്ങൾ വിലയിരുത്തുന്നത്. നിലയ്ക്കലിലെത്തുന്ന DGP ഉന്നതതല യോഗം ചേർന്ന് അതിനൊടുവിൽ പമ്പയിലേക്ക് പുറപ്പെടും. പമ്പയിൽ യോഗത്തിന് ശേഷം നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം സന്നിധാനത്തേക്ക് പുറപ്പെട്ട് സന്നിധാനത്ത് ഉച്ചയോട് കൂടി എത്തുമെന്നാണ് കരുതുന്നത്. സന്നിധാനത്തെ സൗകര്യങ്ങളും സുരക്ഷയും വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. പ്രത്യേകിച്ചും ആളുകൾക്ക് സൗകര്യപൂർവ്വം തൊഴുന്നതിനൊപ്പം തന്നെ മകരജ്യോതി ദർശനം സാധ്യമാകുന്നതിനൊപ്പം തന്നെ അവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സന്നിധാനത്തെ 250 പോലീസുകാരെ കൂടുതൽ നിയോഗിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2500 പോലീസുകാർ ഓൾറെഡി നിലവിൽ ഉണ്ട്. അവർക്കൊപ്പം തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തൊട്ടടുത്ത വ്യൂ പോയിന്റുകളിലെല്ലാം തന്നെ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. വിരിവെച്ച് പർണശാലകൾ കെട്ടി താമസിക്കുന്ന ആളുകൾക്ക് അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നു, അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. അതുപോലെ അവരെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ അനുവദിക്കില്ല. പ്രത്യേകിച്ചും കാടുകളിലൊക്കെയാണ് അവർ, കാടിനോട് ചേർന്ന കാടോരത്തൊക്കെയാണ് അവർ കുടിൽ കെട്ടി താമസിക്കുന്നത്. അത്തരമൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവിടെ തീ ഉപയോഗിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കും. അതിനാൽ കാട്ടുതീ പടരുന്നത് അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ആ സാഹചര്യം കൊണ്ടാണ് അവരെ അത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ അവർക്ക് അന്നദാനം
3 നേരവും നൽകുന്നുണ്ട്. 3 നേരവും ഭക്ഷണം എത്തിക്കുന്നു, വെള്ളം എത്തിക്കുന്നു, ആവശ്യമായ കേന്ദ്രങ്ങളിൽ വെളിച്ചം എത്തിക്കുന്നു. ആനയുടെ ശല്യമെല്ലാം ഈ ഭാഗങ്ങളിലുണ്ട്. അത്തരം ഭാഗങ്ങളിൽ വെളിച്ചം ആവശ്യത്തിന് ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യൂ പോയിന്റുകളിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കുക, വ്യൂ പോയിന്റുകൾ സജ്ജമാക്കുക തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതുപോലെ തൊട്ടടുത്ത ജില്ലയായ ഇടുക്കിയിലും കോട്ടയത്തുമെല്ലാം തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. പരുന്തുംപാറയും പുല്ലുമേടും അടക്കമുള്ള മേഖലകളിലാണ്, ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടുള്ള മേഖലകളിലാണ് മകരജ്യോതി ദർശനം സാധ്യമാകുന്നത്. അവിടങ്ങളിൽ കൂടുതൽ അയ്യപ്പന്മാർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയെല്ലാം ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതായി ഇടുക്കി ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. ഇവിടേക്കുള്ള ഗതാഗതം, ആളുകളുടെ പ്രവേശനമെല്ലാം തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പിന്നീട് തീർത്ഥാടകരെ കടത്തിവിടില്ല. ഒപ്പം എത്തിയ ആളുകൾ തിരിച്ചു പോകാത്തൊരു സാഹചര്യമുണ്ട്. അവർക്ക് വേണ്ടി ഉള്ള ക്രമീകരണങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. അതേസമയം പ്രധാനപ്പെട്ട പ്രശ്നം മകരജ്യോതി ദർശനത്തിന് ശേഷം അവർ മടങ്ങിപ്പോകുന്നത് എങ്ങനെ എന്നുള്ളതാണ്. 2 ലക്ഷം പേരാണ് സന്നിധാനത്തുണ്ടാകുക. പരിസരങ്ങളിലായി വീണ്ടും ഒരു 3 ലക്ഷത്തോളം പേരുണ്ടാകാം. 5 ലക്ഷത്തോളം പേരാണ് മകരജ്യോതി ദർശനത്തിന് ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ തിരിച്ചുപോക്ക് ഒന്നിച്ചായാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അതിനാൽ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി ആളുകളെ തിരിച്ചു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് എന്ന കാര്യത്തിലുള്ള യോഗങ്ങൾ ഇന്ന് സന്നിധാനത്ത് നടക്കുകയും ചെയ്യും. മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഇന്ന് വൈകിട്ട് തുടക്കമാകും. മകരവിളക്ക് നാളിലെ ദീപാരാധനയോടെ അനുബന്ധിച്ചാവും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. മകരജ്യോതി ദർശനത്തിന്റെ പുണ്യം തേടി ശബരിമലയിൽ തങ്ങുന്നവർ പർണശാലകൾ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ്. പാണ്ടിത്താവളത്തിലാണ് കൂടുതൽ പേർ വിരിവെച്ചത്. മരച്ചില്ലുകൾ കൊണ്ടും ഷീറ്റുകൾ കൊണ്ടും പർണശാലകൾ തീർക്കുന്നിടത്ത് പോലീസിന്റെ കർശന നിരീക്ഷണവുമുണ്ട്. വൈകിട്ട് 5-ന് പ്രാസാദ ശുദ്ധിക്രിയകളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. നാളെ രാവിലെ ഉഷപൂജ കഴിഞ്ഞ് 8 മണിയോടെ ബിംബശുദ്ധിക്രിയകൾ നടക്കും. മകരവിളക്ക് ദിവസമായ ജനുവരി 15-ന് പുലർച്ചെ 2 കഴിഞ്ഞ് നട തുറന്ന സംക്രമപൂജ ആരംഭിക്കും. സംക്രമ സമയമായ 2:46-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് വിശേഷാൽ നെയ്യഭിഷേകം നടക്കും. ഉച്ചയ്ക്ക് നടയടച്ചാൽ വൈകിട്ട് 5-നാണ് തുറക്കുക. എത്ര ഭംഗിയാക്കാൻ പറ്റും അതിനുവേണ്ടി അഹോരാത്രം എല്ലാ ജീവനക്കാരും മറ്റെല്ലാ ഇതിൻ്റെ സംഘാടകരെല്ലാവരും വളരെ കഠിനമായിട്ട് തന്നെ പരിശ്രമിക്കുകയാണ്. മകരവിളക്ക് മഹോത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് വേറെ പ്രത്യേകിച്ച് ഇത് പറയാനൊന്നുമില്ല. ഈ എല്ലാ വർഷത്തെ പോലെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നു. തുടർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. 6:30-യോടെ തിരുവാഭരണം ചാർത്തി വിശേഷാൽ ദീപാരാധന നടക്കും. ദീപാരാധനയോട് അനുബന്ധിച്ചാകും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകുക. ഇപ്പോൾ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാളികപ്പുറത്തും അതിൻ്റേതായ ഒരുക്കങ്ങളും ഭക്തജനങ്ങൾ നല്ലോണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ പൂജകളൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് വിശേഷാൽ പൂജകളായിട്ടുള്ള ഇവിടുത്തെ ഗണപതി ഹോമം, ഭഗവത് സേവ, അത് വളരെ പ്രാധാന്യമായിട്ടുള്ള പൂജകളാണ്. അത് ഈ സമയത്ത് വളരെ വിശേഷമായിട്ട് നടത്തപ്പെടുന്നതാണ്. എന്നിട്ട് ഭക്തജനങ്ങളൊക്കെ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്. അത് ഈ മകരവിളക്ക് സമയത്ത് കൂടുതൽ അത് വളരെ ആഘോഷമായിട്ട് നടത്തപ്പെടാറുള്ളതാണ്. 20-ാം തീയതി വരെ തീർത്ഥാടകർക്ക് തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ കണ്ടുതൊഴാം. ന്യൂസ് 18 സന്നിധാനം. കൊടും തണുപ്പാണ് അയോധ്യയിൽ. ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അയോധ്യ വലിയ തണുപ്പിന്റെ പിടിയിലാണ്. വലിയ കടുത്ത തണുപ്പാണ്. രാവിലെ മുതൽ 7 ഡിഗ്രി ഒക്കെയാണ് ഇവിടുത്തെ തണുപ്പ് ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രേഖപ്പെടുത്തുന്നത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇങ്ങോട്ടേക്ക് വരുന്ന ഭക്തലക്ഷങ്ങളുടെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. നിരവധി ആളുകൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്ന സാഹചര്യമുണ്ട്. കഹാൻ से आए आप? महाराष्ट्र मुंबई से आए हैं. गुजरात के रहने वाले हैं, लेकिन महाराष्ट्र मुंबई से आए हैं. बोरीवली हम राष्ट्रीय सेवा संघ के कार्यकर्ता हैं और भारत रक्षा मंच के संगठन मंत्री का दायित्व है मेरा. बस मुझे अनहद सौभाग्य प्राप्त हुआ है यहाँ पे हवन में बैठने का. लगभग ये 13 तारीख से 22 तारीख तक का ये हमें प्रभु राम श्री का चरणों में सत नमाने के उनका आशीर्वाद से ये हो सकता है, बाकी पॉसिबल नहीं है.
मुंबई से आए तो हम लोग सब लोग भाव विभोर बन गए कि भाई आपको राम अयोध्या मंदिर में जाने का, हवन में कुंड में बैठने का सौभाग्य प्राप्त हो रहा। और अभी मैं दर्शन करके ही आ रहा हूँ, राम जी के दर्शन। साथ अकेला आ गया है बहुत आदमी? परिवार के साथ है, मेरी धर्मपत्नी भी साथ है, मेरे दोस्त लोग भी साथ है, मेरे मित्र अफ्रीका से भी आए हैं और बाहर से भी लोग आए हैं। तो एक हमें, लेकिन आप जैसे जो दुनिया को दिखाएंगे, समाज को दिखाएंगे, ये बहुत बड़ी बात है, सुनहरा अवसर है आपका। मैं न्यूज वाले का भी बहुत बहुत धन्यवाद आभार प्रकट करता हूँ। लेकिन हम झुग्गी झोपड़ियों में रहने वाले बच्चों का, केशव शिक्षण संस्था के माध्यम से झुग्गी झोपड़ी में रहने वाले बच्चों का, जो गरीब बच्चे हैं उनका शिक्षा के लिए विशेष प्रदान ध्यान करते हैं। और विशेष करके कहने का मतलब कि कंबल की कोई जरूरत है, यहाँ पे यूपी बिहार में भी कंबल की, जिसको ठंड लग रही है उनको हम कंबल भी दे रहे हैं। लेकिन आपके सभी का कोटि कोटि धन्यवाद। और राम मंदिर में इतना उत्साह है, हमें इतना उत्साह के मत पूछो बात। कहने का मतलब रिक्शा वाले भी एकदम कि हमें ये सौभाग्य प्राप्त हो रहा है, सौभाग्य प्राप्त हो रहा है कि हमें आपका लेने जाने का और छोड़ने का अवसर प्राप्त हो रहा है। जय हिंद, जय भारत, अस्तु भारत। അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. നമുക്കറിയാം ഈ കൊടും തണുപ്പിനെ പോലും അവഗണിച്ച് രാവിലെ മുതൽ ദർശനത്തിനായി ഒരുപാട് ആളുകൾ രാംക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇതിന് ഈ പോയിന്റിന് അപ്പുറത്തേക്ക് ക്യാമറകളും മൊബൈൽ ഫോണുകളും ഒന്നും തൽക്കാലം അവൈലബിൾ അല്ല, അതിന് അനുവദനീയമല്ല. കാരണം അതിന് പ്രത്യേക നമുക്ക് അതിനുള്ള അനുവാദം വേണ്ടിവരും. തൽക്കാലം പോലീസ് അത്രത്തോളം പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മോടൊപ്പം അദ്ദേഹമുണ്ട്. കിतना दिन से इधर आप ड्यूटी कर रहे हैं भैया? हम यहाँ सन 1994 से ड्यूटी कर रहे हैं। अब तो बहुत सुरक्षा बहुत हो गया ना? हाँ, बहुत ज्यादा सुरक्षा। यहाँ 35,000 पुलिसकर्मी लग गया है। वहाँ पीएम का प्रोग्राम है, जब से माननीय प्रधानमंत्री महोदय का, यहाँ लगभग 35,000 पुलिसकर्मियों की व्यवस्था की गई है। कोई पूरा गेट में पुलिस का सिक्योरिटी चकाचौंध है यहाँ हर जगह। जो यहाँ हवाई अड्डे से लेकर रेलवे स्टेशन तक, और रेलवे स्टेशन से लेकर नया घाट तक, घाट से लेकर कार सेवापुरम, तो कार सेवापुरम से लेकर मंदिर तक जो है सभी प्रकार की व्यवस्थाएं यहाँ कोर्स के लिए की गई हैं, ताकि किसी प्रकार की जनता को या वीआईपी को और या आने वाले जो हमारे सम्मानित व्यक्ति हैं उनको किसी प्रकार की तकलीफ न हो। അങ്ങനെ ഈ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. കാരണം നമുക്കറിയാം 22-ാം തീയതി പൊതുജനങ്ങൾക്ക്, ഈ പ്രത്യേക ക്ഷണമുള്ളവർക്ക് മാത്രമേ ഇവിടത്തേക്ക് പ്രവേശനമുള്ളൂ. മറ്റാളുകളെ ആരെയും ഇവിടത്തേക്ക് പ്രവേശിപ്പിക്കാത്ത പശ്ചാത്തലമുണ്ട്. പക്ഷെ അപ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഈ 22-ാം തീയതി വരെ, ഈ പ്രാൺ പ്രതിഷ്ഠാ ദിനം വരെ ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരവധിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി ശുചീകരണ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയായി നടക്കുന്നു. നമുക്കറിയാം ഇതിന്റെ ഒരു ഘട്ടം മാത്രമാണ് രാമക്ഷേത്രത്തിന്റെ ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. ഇനി നിരവധി ഘട്ടങ്ങൾ പൂർത്തിയാകാനുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒപ്പം ഇത്തരത്തിൽ ഓരോ തയ്യാറെടുപ്പുകളും വളരെ പ്രധാനമായി തന്നെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇനിയും വരുന്ന ബുള്ളറ്റിനുകളിലും മണിക്കൂറുകളിലും കൃത്യമായി പ്രേക്ഷകരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കാം. ഈ തണുപ്പ് അത് ഒരു അല്പം കഴിയുമ്പോഴേക്ക് മാറും എന്ന് പ്രതീക്ഷിക്കാം. അതിനുശേഷം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ശ്രീരാമനെ ദർശിച്ച് മടങ്ങുകയും ചെയ്യും. ഏതായാലും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ തയ്യാറാണ്. പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറാണ്. വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അയോധ്യയുടെ മുഖഛായ തന്നെ മാറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുമുണ്ട്. എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ടിപ്പോൾ മാത്യു കുഴനാടൻ MLA മാധ്യമങ്ങളെ കാണുകയാണ്. അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. നമ്പർ 1. നമ്പർ 2, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി അല്ലെങ്കിൽ നിയമ നടപടിയെ സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണം നിങ്ങൾ കേട്ട് കാണും. ഇതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ നടപടിയിലും കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലും അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന നിലപാട് തന്നെയാണോ മന്ത്രി മുഹമ്മദ് റിയാസിന് ഉള്ളത് എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. നമ്പർ 2. നമ്പർ 3, ഇപ്പോൾ പുതിയതായി CMRL-നും എക്സാലോജിക്കിനും CMRL-നും പുറകെ KSIDCയും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്പനീസ് ആക്ടിന്റെ 206-ാമത്തെ വകുപ്പ് അനുസരിച്ച് നോട്ടീസ് ഈ 3 പേർക്കും നൽകിയിട്ടുണ്ടാകണം. ആ നോട്ടീസിന് തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്
ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ നോട്ടീസ് ലഭിച്ചിട്ട് എന്തു മറുപടിയാണ് നൽകിയത് എന്ന് വേണമെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത വീണാ വിജയനോ എക്സാലോജിക്കനോ CMRLനോ ഇല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ KSIDCക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ KSIDCക്ക് എന്ത് നോട്ടീസാണ്, എന്ത് വിവരങ്ങളാണ് ആവശ്യപ്പെട്ടത്, അതിനെന്ത് മറുപടിയാണ് നൽകിയത്, ഈ ഘട്ടത്തിൽ അവരെ വിളിപ്പിക്കുന്ന സാഹചര്യം എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത P. രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രിക്കുണ്ട്. അദ്ദേഹം ആണ് ഔദ്യോഗികമായി ഈ കാര്യത്തിൽ ഒരു വിവരം തരേണ്ടത്. കാരണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, CMRLുമായി ബന്ധപ്പെട്ട് കോടാനുകോടി രൂപയുടെ പണ ഇടപാടുകൾ മറച്ചുവെക്കപ്പെട്ടു, അതല്ലെങ്കിൽ തെറ്റായി ഫയൽ ചെയ്യപ്പെട്ടു. ആ കമ്പനിക്ക് ലഭിക്കുമായിരുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ള കോടാനുകോടി രൂപ, 100 കോടി രൂപയോളം വരുന്ന ലാഭം മറച്ചുവെക്കപ്പെടുകയും അത് വഴിമാറ്റി കീശയിലാക്കുകയും ചെയ്തു എന്നാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്ങോടുകൂടി പുറത്തായിട്ടുള്ളത്. അതിൽ കേരള പൊതുസമൂഹത്തിന് ഗവൺമെന്റിനോട്, സർക്കാരിനോട്, വ്യവസായ വകുപ്പിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അതിന്റെ 14% പണം എന്ന് പറയുന്നത്, CMRL കമ്പനിയുടെ ലാഭത്തിന്റെ 14% പണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട പണമാണ്. കാരണം ആ കമ്പനിയിൽ 14% ഉള്ള ഷെയർ സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ വിഷയങ്ങൾ ഇത്രയും ഉയർന്നു വന്നിട്ടും ഇന്ന് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് പറയുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം പോലും അവർ കഴിഞ്ഞ 4 മാസമായി കൊടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പണമില്ല എന്നതാണ് സർക്കാരിന്റെ എല്ലാത്തിനുമുള്ള മറുപടി. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കോടാനുകോടി രൂപ അനധികൃതമായി തട്ടിയെടുത്ത CMRL കമ്പനിക്കെതിരെ ഇതുവരെ വ്യവസായ വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു? ഈ കമ്പനിയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ചെലവുകളും ലാഭവിഹിതവും ഒക്കെ ഫൈനലൈസ് മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ എക്സാലോജിക്കിന് കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സ്വാഭാവികമായും ഇതുവരെയും കൃത്യമായ ഒരു മറുപടി പറയാത്ത സർക്കാരിനെതിരെ വലിയ വിമർശനം മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയാണ്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം. ഈ പരിപാടി നിങ്ങൾ